നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടക്കയിലും ചൂരൽ മലയിലും ഇടപെടലുമായി നടൻ മോഹൻലാൽ. വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 3 കോടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് നടൻ മോഹൻലാൽ. വയനാട്ടിലെ മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോഴും കേരളക്കര. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടമായി. പലർക്കും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായി. ആരാണെന്ന് പോലും അറിയാതെ മൃതദേഹങ്ങൾ, വിലാപങ്ങൾ, ഇനി എന്ത് എന്ന ചോദ്യവുമായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഈ കാഴ്ചകൾ ഓരോ മനുഷ്യരെയും സങ്കടക്കടലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായങ്ങളുമായി നിരവധി സുമനസ്സുകളാണ് രംഗത്തെത്തുന്നത്. ഇന്നിതാ ദുരന്തഭൂമിയിൽ ആശ്വാസമായി എത്തിയിരിക്കുകയാണ് നടനും ലഫ്റ്റനന്റ് കേണലും കൂടിയായ മോഹൻലാൽ. മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുന്നത്. ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ LP സ്കൂൾ പുതുക്കി പണിയാം എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ സ്കൂൾ പുതുക്കി പണിയുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ ഒരാളായ സംവിധായകൻ മേജർ രവിയും അറിയിച്ചു. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക വേഷത്തിലാണ് ദുരന്തബാധിതരെ കാണാനായി ദുരന്തഭൂമിയിൽ എത്തിയത്. ഈ നാടുമായി എനിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത്. പണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു. ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് കുറച്ചു ദിവസങ്ങളായി നാം കാണുന്നത്. ഒരുപാട് പേർക്ക് ഉറ്റവരെയും ഉടയവരെയും വീടും ഭൂമിയും എല്ലാം നഷ്ടമായി. ദുരിതാശ്വാസ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തനങ്ങളും സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും എന്തിന് ഒരു കല്ലെടുത്ത് മാറ്റിവെച്ച കുട്ടി പോലും നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. ഞാൻ ഉൾപ്പെടുന്ന മദ്രാസ് ബറ്റാലിയൻ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മുകളിൽ പോയി കാണുമ്പോഴാണ് വ്യാപ്തി മനസ്സിലാകുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാൻ കഴിയില്ല. എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും മോഹൻലാൽ എത്തി. ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതം അനുഭവിക്കുന്നവരെ കാണാൻ എത്തിയത്. ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം അദ്ദേഹം ദുരന്തഭൂമിയായ മുണ്ടക്കയിലും എത്തി. സൈനിക അകമ്പടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. രക്ഷാപ്രവർത്തകർക്ക് ഊർജമേകുക കൂടിയാണ് ലാലിന്റെ ലക്ഷ്യം. കേരളത്തിൽ സൈന്യം നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാ ദൗത്യമാണ് മുണ്ടക്കയിലേത്. ഈ സാഹചര്യത്തിലാണ് സേനയുടെ ബ്രാൻഡ് അംബാസഡർമാരിൽ ഒരാൾ കൂടിയായ മോഹൻലാൽ എത്തുന്നത്. സൈനിക നേതൃത്വത്തോട് മോഹൻലാൽ കാര്യങ്ങൾ തിരക്കി. കൂടിയാലോചനകളും ഉണ്ടായി. അതിനുശേഷമാണ് ദുരന്തബാധിത സ്ഥലത്തേക്ക് അദ്ദേഹം പോയത്. മേജർ രവി അടക്കമുള്ളവർക്ക് ഒപ്പമാണ് അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിക്കാൻ എത്തിയത്. ഔദ്യോഗിക വേഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട സൈനികന്മാരായും വോളണ്ടിയർമാരായും സംസാരിച്ച മോഹൻലാൽ ശേഷം മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തു.